അപ്പൊ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് വേറെ ജോലിയൊന്നും ശരിയായില്ലേ? പലതും ചെയ്തു. കൃഷി വകുപ്പിന്റെ കീഴിൽ നെല്ലിന് മരുന്നടി, ജനകീയാസൂത്രണത്തിന്റെ റോഡ് വെട്ട്. പിന്നെ സാറിനോടായോണ്ട് സത്യം തുറന്നു പറയാലോ, 1-2 മാസക്കാലം കടവങ്കോട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പട്ടിപിടുത്തക്കാരനായിട്ടും ജോലി ചെയ്തു. പട്ടിപിടുത്തമൊക്കെ എങ്ങനെ പഠിച്ചു? സാർ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡോക്ടറും എഞ്ചിനീയറും പട്ടിപിടുത്തക്കാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. അതാത് സാഹചര്യത്തിൽ ഓരോന്നായി പുറത്തു വരും, അത്രേ ഉള്ളൂ. സാറിന്റെ കത്ത് കൈ കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം. ദാ ഇതങ്ങോട്ട് വാങ്ങിയട്ടെ. കത്തോ? ഏത് കത്ത്? സാർ അയച്ച കത്ത്. വത്സം മാസ്റ്റർ റിട്ടയർ ചെയ്തെന്നും ഞാൻ ഉടനെ വന്ന് ജോയിൻ ചെയ്യണമെന്നൊക്കെ. ഇത് ഈ കത്ത് ശരിക്കൊരു മൃതസഞ്ജീവനിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ഒരു കത്ത് ഹാറ്റ് നോറ്റിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു കത്ത് അയച്ചെങ്കിലും ഉടനെ മാഷെ അങ്ങനെ ബാക്കി രൂപ 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. പണമല്ലല്ലോ കാര്യം. അപ്പൊ അന്ന് 25,000 രൂപ മതിയോ? ഗോപാലകൃഷ്ണൻ മാഷേ, ഗോകുലകൃഷ്ണൻ മാഷ്. അതെന്തുമാവട്ടെ, ഇങ്ങനെ ഒരു കത്തയച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും കൂലങ്കഷമായി ഞാൻ ആലോചിച്ചത്. ഏത് വശങ്ങൾ? അണ്ടിപ്പരിപ്പ് ഉണക്കമീനും. ഇതൊക്കെ വാങ്ങിച്ചോട്ടെ ആര് പറഞ്ഞു? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെന്ന് വിചാരിച്ച് നേരം എടുത്താൽ വൈകുന്നേരം വരെ ഉണക്കമീൻ കടിച്ച് അണ്ടിപ്പരിപ്പ് തിന്നോണ്ടിരിക്കാൻ പറ്റുമോ? തോന്നുമ്പോ എടുത്ത് തിന്നാലോ. മോളെ സ്നേഹിതരെ, ചായ ഇപ്പൊ വേണ്ട. വേണ്ടാത്തോണ്ടാ. അച്ഛൻ വിളിച്ചോ?